ഒരു സെയിൽസ് കോളിൽ നിങ്ങൾ നിർഗ്ഗളമായി അതിമനോഹരമായി ഒരുപാട് നേരം സംസാരിക്കുന്ന ആളാണോ? എങ്കിൽ നിങ്ങൾ ആ സ്വഭാവം പതിയെ മാറ്റുക. കാരണം നമ്മൾ എന്തുമാത്രം മനോഹരമായി സംസാരിച്ചതുകൊണ്ടോ, എന്തുമാത്രം നല്ല രീതിയിൽ നമ്മുടെ പ്രോഡക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ടോ സെയിൽസ് ക്ലോസിങ് നടക്കണമെന്നില്ല. ഒരു സെയിൽസ് കോളിൽ ഇനി നേരിട്ടുള്ള സംഭാഷണമാണെങ്കിലും മൊത്തം നമ്മളുടെ പ്രസൻറ്റേഷൻ്റെ 40% അതിൽ താഴെയോ ആയിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. 60% സമയവും കസ്റ്റമർ സംസാരിക്കണം. അങ്ങനെയുള്ള ഒരു സെയിൽസ് സ്പീച്ച് ഡെഫിനറ്റ്ലി ക്ലോസിങ്ങിലേക്ക് പോകും. ചാൻസസ് ആർ വെരി ഹൈ. അത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമുക്കിഷ്ടമുള്ളതെല്ലാം പറയുക. ഇത് കസ്റ്റമർക്ക് ഇഷ്ടമുള്ളതാണോ എന്ന് നമുക്കറിയില്ല. നമ്മൾ പഠിച്ചു വെച്ചത് നമ്മുടേതായ ഭാഷയിൽ നല്ല കോൺഫിഡൻസോടെ പറയും. പക്ഷേ കസ്റ്റമറുടെ മനസ്സാകുന്ന ആ ഒരു ഡോർ അത് ക്ലോസ്ഡ് ആണെങ്കിൽ അതിൻ്റെ പുറകെ നിന്ന് നമ്മളെന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഡോർ ഓപ്പൺ ചെയ്യണം. ഇത് ഓപ്പൺ ചെയ്താൽ മാത്രമേ 60% സമയം അയാളെ കൊണ്ട് സംസാരിപ്പിക്കാനും ബാക്കി 40% സമയത്തിൽ നമ്മുടെ സംഭാഷണം ഒതുക്കാനും സാധിക്കുകയുള്ളൂ. ഇതിനൊരു മെത്തേഡുണ്ട്. അതാണ് ചോദ്യം ചോദിക്കുക എന്ന മെത്തേഡ്. ഇതൊരു $1 മില്യൺ സീക്രട്ടാണ് കേട്ടോ. നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാനായി പഠിക്കണം, വളരെ ആപ്റ്റായ ചോദ്യങ്ങൾ. അപ്പോൾ കസ്റ്റമർ അതിന് ഉത്തരം പറയും. അങ്ങനെയാണ് കസ്റ്റമറെ കൊണ്ട് സംസാരിപ്പിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സാറിൻ്റെ ആവശ്യം ഇന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണല്ലോ, അതിന് ഞങ്ങളുടെ പ്രൊഡക്റ്റ് ശരിക്കും ഹെൽപ്ഫുൾ ആകുമെന്ന് സാറിന് മനസ്സിലായില്ലേ? ചോദ്യമാണ്. ഉത്തരം പറയേണ്ടത് കസ്റ്റമറാണ്. ഇതേപോലെ ഓരോ സന്ദർഭത്തിലും നമ്മൾ ചോദ്യങ്ങളിലൂടെ കസ്റ്റമറെ നേരിട്ടാൽ കസ്റ്റമറുടെ ഉള്ളു തുറക്കും. നമ്മളിപ്പോൾ ഒരു ബിസിനസ് മീറ്റിങ്ങിൽ വൈകിട്ട് 2 പെഗ് എടുത്ത് നിൽക്കുമ്പോൾ നമ്മളൊരു പെഗ് എടുത്ത് അത് സിപ്പ് ചെയ്ത് 1 മണിക്കൂർ കൊണ്ടാണ് തീർക്കണമെന്ന് വിചാരിക്കുക. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ 4 പെഗ് അടിച്ചു. അയാൾ വളാന്ന് അയാളുടെ ഉള്ള എല്ലാം പറയും. നമ്മളോ കൺട്രോളിലായിരിക്കും. അതേപോലെയാണ് സെയിൽസ് കോളിൽ. നമ്മൾ കൺട്രോളിൽ നിന്നിട്ട് കസ്റ്റമറെ കൊണ്ട് പരമാവധി സംസാരിപ്പിക്കുക. അതിനാണ് ചോദ്യം ചോദിക്കുക എന്ന കല നമ്മൾ വശത്താക്കേണ്ടത്. ഇത് വെറും ഒരു മാജിക് അല്ല, വെറും ഒരു വാചക കസർത്തൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇത് ചെയ്തു നോക്കുക. ഇതിൻ്റെ റിസൾട്ട് നിങ്ങളെ ഞെട്ടിപ്പിക്കുന്നതായിരിക്കും.